വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Jam June Hypermarket, exceeding expectations. Atlas Fashion, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. അങ്ങാടിപ്പുറത്തെ ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം, പഞ്ചായത്തിനെതിരെ ആരോപണവുമായി CPM. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടക്കുന്നില്ലെന്നും മീറ്റിംഗുകൾ കൂടൽ മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്നതെന്നും മങ്കട ഏരിയ കമ്മിറ്റി അംഗം A. ഹരി. അങ്ങാടിപ്പുറം പഞ്ചായത്തിലും പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരം, അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ടൗണിൽ ഓരടം പാലം. ഇതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ വേസ്റ്റ് യഥാസമയം നീക്കം ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാപനം വലിയ രൂപത്തിൽ വരുന്നത്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഇത് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു. ഇപ്പോൾ അത് പഞ്ചായത്ത് ഭരണസമിതി കേവലം മീറ്റിങ്ങുകൾ ചേരുക എന്നതിനപ്പുറം അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു നടപടികളും ഇപ്പോൾ നടത്തുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ക്ലീനിങ് ഒരു പ്രധാന അജണ്ടയായി സംസ്ഥാന തലത്തിലാകെ സർക്കാർ ഏറ്റെടുക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളെ കൊണ്ട് അത് കൃത്യസമയം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ മാറി, പഞ്ചായത്ത് ഭരണസമിതികൾ മാറി, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ യഥാസമയം തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പ്രവൃത്തി ഏറ്റെടുക്കാത്ത സ്ഥിതിയുണ്ട്. വലിയ ദുരിതമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ നേരിടുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടാൻ പോവുകയാണ്. ശക്തമായ പ്രതിഷേധം ഭരണസമിതിയുടെ ഈ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും പാർട്ടി എന്നുള്ള രൂപത്തിൽ അതിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അതേസമയം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കാനും പൊന്തകൾ വെട്ടിമാറ്റാനുമുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കുമെന്ന അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ ഉടൻ നടപടിയെടുക്കുമെന്നും പ്രസിഡന്റ്. അതിനെതിരെ കൃഷി ഓഫീസറും വെറ്റിനറി ഡോക്ടറും അടങ്ങുന്ന സെക്രട്ടറി അടക്കം ഉള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കള് ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. അപ്പൊ അത് മറ്റു പഞ്ചായത്തുകളിൽ ഇതേപോലെ ശല്യമുണ്ട്. അപ്പൊ അതൊന്ന് പരിശോധിച്ചുകൊണ്ട് അതിന്റെ ആ രീതികൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിക്കിടക്കുന്ന സ്ഥലത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാനാണ് ഇതിൽ തീരുമാനിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളിലും വൃത്തിയില്ലായിട്ടാണ് ഈ ഒച്ചുകളുടെ വ്യാപനം നാട്ടുകാർ പറയുന്നത്. അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലങ്ങള് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞങ്ങളത് ക്ലീനാക്കി മുന്നോട്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അങ്ങാടിപ്പുറം വലിയ രീതിയിലുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ കാണിച്ചു തന്നാൽ ഞങ്ങളത് തന്നെ പരിഹാരം കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്കൊരു സംയുക്തമായിട്ട് അത് നീക്കം ചെയ്യാനുള്ള ഞങ്ങളുടെ സ്റ്റാഫുകൾ ഇപ്പോൾ നിലവിലുണ്ട്.